ലാൽകുമാറിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, കോൺഗ്രസ്സിലെ പടലപ്പിണക്കം, ഗ്രൂപ്പ് വഴക്ക്, ഇതൊക്കെ നമ്മൾ പല കാലങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. NSSൻ്റെ ക്ഷണം രമേശ് ചെന്നിത്തലയ്ക്ക്, അതിനെ തുടർന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ആണ്. രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല വാക്കുകൾ വെള്ളാപ്പള്ളിയിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉടനെ എത്തില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നുമുണ്ട്. ഈ പുതിയ തർക്കം സതീശനെ വെട്ടി രമേശിനെ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ? സതീശൻ ഗ്രൂപ്പ് രമേശൻ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കാറായോ? അല്ല, നമ്മൾ നോക്കൂ, ഇപ്പം തുടങ്ങിയ ഒരു വിഷയമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനകത്തെ തർക്കം തുടങ്ങിയിരുന്നു. അത് നമ്മൾ മറ്റൊരു ചർച്ചയിൽ വളരെ വിശാലമായി സംസാരിച്ചതുമാണ്. സുധാകരന് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ, സുധാകരനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് വന്ന ശേഷവും ഇത് പൂർണ്ണമായി VD സതീശൻ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കോൺഗ്രസിനകത്ത് നിങ്ങൾ പലരോടും സംസാരിച്ചാൽ തന്നെ അറിയാൻ കഴിയും. സതീശൻ്റെ നിലപാടുകളോട്, സതീശൻ്റെ രീതികളോട് ഒരു കാരണവശാലും യോജിക്കാത്ത ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് നോക്കൂ, JS അഖിൽ എന്ന് പറയുന്നൊരു യുവ നേതാവ് ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം നേരിട്ടത് അവരുടെ മീഡിയ ഗ്രൂപ്പിൽ നിന്ന്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ നേരിടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ ഒരു നേതൃത്വത്തെ വിമർശിച്ചപ്പം നേതൃത്വത്തോട് അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാകുന്നു. കാര്യം ചാണ്ടി ഉമ്മനെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ചാണ്ടി ഉമ്മൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ പറയുന്ന ചർച്ചയ്ക്ക് ആധാരമായ കാരണം. പക്ഷേ സംഭവിച്ചത് എന്താണ്? ചാണ്ടി ഉമ്മന് പോലും പല സന്ദർഭങ്ങളിലും പുറകോട്ട് പോകേണ്ടി വന്നു. ബാക്കിയുള്ളവർ ഒതുക്കപ്പെട്ടു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സതീശൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡോമിനേറ്റിംഗ് സ്റ്റൈലാണ്. അത് കോൺഗ്രസിനകത്ത് അങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ താല്പര്യമുള്ളവരല്ല മറ്റാൾക്കാർ. അപ്പം അവിടെ ഒരു പാൻ കേരള എക്സ്പോഷർ ഉള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ആവശ്യമാണ്. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ റോള് വളരെ കുറഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വളരെ സത്യസന്ധമായ കാര്യമാണ്. പാൻ കേരള എക്സ്പോഷറുള്ള മറ്റൊരു നേതാവ് ഇപ്പം കോൺഗ്രസിലില്ല. ഇപ്പം സുധാകരനൊന്നും നമ്മൾ കണക്കിലെടുക്കുക പോലും വേണ്ട. അദ്ദേഹത്തെ ഒന്നും ഈ പറയുന്ന സംസ്ഥാന തലത്തിൽ ഒരു നേതാവാക്കി ഉയർത്തി കാണിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല ഈ ഗ്രൂപ്പുകൾക്കൊന്നും. അങ്ങനെ ഇരിക്കെ സതീശനുമൊക്കെ പണ്ട് ഈ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇവർ KC വേണുഗോപാലും സതീശനും അങ്ങനെ ചേർന്ന് ഒരു ഗ്രൂപ്പ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബാക്കിയുള്ളവരെ, ഇപ്പുറത്ത് നിന്നവരെ വ്യക്തമായി സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. അതിന് ഇപ്പുറത്തൊരു നേതാവിനെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയൊരു രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ, ഒരു നേതാവിനെ ഇപ്പുറത്ത് കോൺഗ്രസിനകത്ത് തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ആവശ്യമുണ്ട്. അല്ല എങ്കിൽ അവർ ഒതുക്കപ്പെടുമെന്ന് വ്യക്തമായിട്ടറിയാം. അത് മാത്രമല്ല, സതീശൻ്റെ ഈ രീതികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയവും കോൺഗ്രസ്സിനകത്തുണ്ട്. അത് നിങ്ങൾ വ്യക്തിപരമായി ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഞാൻ ആരോട് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് റിവീൽ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അതൊരു ഫാക്റ്റാണ്. അവർ കോൺഗ്രസ് നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ സതീശനെ എടുത്തു കഴിഞ്ഞാൽ സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വെൽക്കം ചെയ്തതാണെങ്കിലും കോൺഗ്രസ്സിൽ അത്രയും വെൽക്കമിങ് ആയിട്ടുള്ളൊരു പൊസിഷനിലൊന്നും അല്ല സതീശൻ നിൽക്കുന്നത്. സതീശൻ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഏകാധിപത്യ പ്രവണതയോടുകൂടി പെരുമാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം, പിടിമുറുക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രീതികൾ, മറ്റ് നേതാക്കന്മാർക്ക് സ്ഥാനമില്ല. വളരെ സിമ്പിളായി സുധാകരൻ്റെ കാര്യം എടുത്താൽ മതി. ഒരു മൈക്ക് പ്രശ്നത്തിൽ എന്താണ് അവർ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചത് നമുക്ക് വ്യക്തമായിട്ടറിയാം.
അവർ തമ്മിലുള്ളൊരു തർക്കം, മൈക്ക് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നീക്കുന്നു വെച്ചാൽ എല്ലാം എൻ്റെ കയ്യിലേക്ക് വരണമെന്നുള്ളൊരു രീതി സതീഷിനുണ്ട്. അല്ല, ഇത് പല കാലങ്ങളിലായി പുറത്തേക്ക് വന്നതാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള കോൺഗ്രസിലെ നേതാക്കളുടെ അതൃപ്തി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ നമ്മൾ ഡോക്ടർ സരിനിൽ കണ്ട കാര്യങ്ങൾ, ഷാനിബിൽ കണ്ട കാര്യങ്ങൾ, അവിടെ പാലക്കാട്ട് ഒരു നിര നേതാക്കളിൽ കണ്ട കാര്യങ്ങൾ, ആ സമയത്ത് തന്നെ ഏതാണ്ട് കെ മുരളീധരൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ പ്രകടിപ്പിച്ച തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞ മുരളീധരനെ പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ല. അതൊക്കെ പിന്നീടത്തെ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അത് കെ സുധാകരൻ്റെ അതൃപ്തി നമ്മൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ ഉള്ളത് മാത്രമല്ല, ഈ അടുത്ത് അല്ലാതെയും കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ പുറത്ത് പറയാത്ത ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പ് മാനേജർമാർ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, നമുക്കറിയാവുന്നതാണ്. അങ്ങ് ചിലരോട് സംസാരിച്ചതുപോലെ തന്നെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്കുകൾ ആ നിലയ്ക്ക് തന്നെയാണല്ലോ. അത് പുറത്തേക്ക് പറയേണ്ടതുമില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ NSSൻ്റെയും SNDPയുടെയും നേതാക്കൾ പ്രതികരിച്ചതിലൂടെ പുറത്തേക്ക് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല അവിടെ ഒരു ഭാഗ്യത്തിന് അവിടെ ഒരു ഫോക്കസിലേക്ക് വന്നിരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പുതിയ കാര്യങ്ങൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നു. അതാണോ കാണേണ്ടത് ലാൽകുമാർ? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ കോൺഗ്രസിലെ അതൃപ്തി സത്യത്തിൽ NSS അല്ലെങ്കിൽ SNDP ഇതിനകത്ത് വലിയൊരു ഫാക്ടറേ അല്ല. അവർ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് ഞാൻ പറയുന്നത്. കാരണം VD സതീശനോട് തൃപ്തിയില്ലാത്ത മറ്റ് നേതാക്കന്മാരുടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ NSSനെ കൊണ്ടും SNDPയുടെ യോഗത്തിൻ്റെ അധ്യക്ഷനെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിക്കേണ്ട സാഹചര്യം വരുന്നത്. അവരതിനനുസരിച്ച് വഴങ്ങി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അകത്തെ ഉള്ളിലെ നേതാക്കന്മാർ പലരും ആഗ്രഹിച്ചുയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സതീശൻ ഈ പറയുന്ന രീതിയിലല്ലാതെ ഒരു കൂച്ചുവലം കിട്ടി നിർത്താൻ കഴിയൂ എന്ന് വ്യക്തമാണ്. ഇപ്പോൾ നോക്കൂ, വളരെ സിമ്പിളായ ഒരു കാര്യം എടുക്കുക. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൽ വ്യക്തമായ ചർച്ചകൾ നടത്തിയിട്ടല്ല. അതിനു പകരം ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കിനനുസരിച്ചാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന് വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയല്ലോ. അപ്പോൾ അങ്ങനെ പറയത്തക്ക രീതിയിൽ നോക്കൂ, ഒരു നിയമസഭാ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റാൾക്കാരോട് ആരോടും കൂടിയാലോചിക്കാതെ സതീശിനെ പോലൊരാൾ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇത്രയും നാളും ഇതിനകത്ത് നിന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരപ്രസക്തമാകുകയാണ്. ഇപ്പം വരാൻ പോകുന്ന സമയങ്ങളിൽ 140 സീറ്റിൽ എത്ര സീറ്റ് കോൺഗ്രസ് മത്സരിക്കുമെന്ന് നമുക്കറിയാം. ആ സീറ്റുകളിൽ കൂടുതലും സതീശൻ്റെ ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇപ്പുറത്ത് ബാർഗെയിൻ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതല്ലേ ഉമ്മൻചാണ്ടിയും ഇപ്പുറത്തെ ഗ്രൂപ്പും തമ്മിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ, ആ ഗ്രൂപ്പ് സമവാക്യത്തിൽ പിടിച്ചു നിർത്താൻ സതീശൻ്റെ ആൾക്കാരെ മാത്രം ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിർത്തിയാൽ അദ്ദേഹം ഒരു അനിഷേധ്യനായ നേതാവായി മാറും. അങ്ങനെ അനിഷേധ്യനായ നേതാവായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ സുധാകരനോ അല്ല കെ മുരളീധരന് പോലും അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവരുടെ സേ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ നോക്കൂ, ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന കരുണാകരന്റെ പുത്രനെ അദ്ദേഹം നല്ലൊരു കോമ്പീറ്റന്റ് പൊളിറ്റീഷ്യനാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോമ്പീറ്റന്റ് ആയി മാറിയ ഒരു പൊളിറ്റീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് പല പ്രതികരണങ്ങളും വിവാദം ഉണ്ടാക്കാൻ കിട്ടുമോ എന്നറിയാതെ, അല്ലെങ്കിൽ സതീശിനെതിരെ മുരളീധരൻ പറഞ്ഞല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നല്ലാതെ കോൺഗ്രസ് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രകടമാക്കിയതാണ്. ഇപ്പൊ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ എന്നെ തോപ്പിക്കാനാണോ കൊണ്ട് നിർത്തിയത് എന്നെനിക്ക് പിന്നാണ് മനസ്സിലായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്ന കോൺഗ്രസിനെ മുൻനിര നേതാക്കന്മാരുടെ ഒരു പാളയത്തിലുള്ള ഒരു യുദ്ധമാണ് ഈ നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരു പ്രലൂഡാണ് നമ്മൾ കണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ശ്രീ ലാൽകുമാർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഇങ്ങനൊരു അവസരം ഉണ്ടായപ്പോൾ പല മാധ്യമങ്ങളും
അതിനെ ചർച്ചയ്ക്കെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് എന്താണ്, ഇനി ഒരു വർഷത്തിനപ്പുറം 1.5 വർഷത്തിന് താഴെയായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. അവിടെ ഇനി അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. ആ തർക്കത്തിൻ്റെ ഒരു തുടക്കമാണിതാ വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ മാധ്യമങ്ങളുടെ ചർച്ച വരുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നമുക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു ഫീഡ് എന്താണ്? ഈ 2021 ഒരു അനുഭവമുണ്ട്. അവിടെ നല്ല പ്രതിപക്ഷ നേതാവായി 2016 മുതൽ നിന്നു എന്ന് പേര് കേട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം പിന്നീട് 2021 ആ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് വി.ഡി. സതീശൻ മുമ്പിലെത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം നേതാക്കൾ കൂടി, അഥവാ മുഖ്യമന്ത്രി പദം എന്നുള്ളതിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസരത്തിൽ CPM-ൻ്റെ കൂടി ഭാഗത്തു നിന്നൊരു തീരുമാനം വരണം. അവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ സർക്കാർ തീരുമാനിക്കണം. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടമില്ലാത്തപ്പോൾ പ്രതിപക്ഷ നേതാവെങ്കിലും ഒരു പദവി അവിടെ ഉണ്ടെങ്കിൽ അതുപോലും കൈവിട്ട് പോകരുത് എന്ന് കരുതുന്ന ഒരു തർക്കം കൂടി അവിടെ ഉണ്ടോ? രമേശ് ചെന്നിത്തല അതുകൂടി മനസ്സിൽ കാണുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു പോരാട്ട ചിത്രത്തിൽ? നോക്കൂ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ അദ്ദേഹം കോൺഗ്രസിനകത്ത് യുദ്ധം ചെയ്തില്ല എങ്കിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മാത്രം ഇരുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളായി മാത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാലും ജയിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണല്ലോ. അവിടെ CPM-ൻ്റെ പെർഫോമൻസ്, CPI-യുടെ പെർഫോമൻസ്, ഇതൊക്കെ LDF-ൻ്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കി മാത്രമേ അത് നിശ്ചയിക്കാൻ പറ്റൂ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാധ്യത കോൺഗ്രസിൽ കൂടെയുള്ള ഒരു സാധ്യത കാണണമെങ്കിൽ വ്യക്തമായി ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഫൈറ്റ് ചെയ്യണം. അതിന് അദ്ദേഹം ഫൈറ്റ് ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം നോക്കൂ, ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എങ്ങനെ വന്നു? NSS-ൻ്റെ അധ്യക്ഷന് യഥാർത്ഥത്തിൽ അതിനകത്ത് വലിയ റോൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. താക്കോൽ സ്ഥാനവും ഈ കേരളത്തിൽ നടന്ന ബഹളങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു പുഷ് അദ്ദേഹത്തിന് ഇപ്പം കിട്ടുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കത്തുള്ളൂ. അത് കണക്കാക്കുന്നതിനകത്തൊരു പ്രസക്തിയുള്ള കാര്യം, കേരളത്തിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. കേരളത്തിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഒരു നേതാവ് പറവൂർ എന്ന് പറയുന്ന സ്ഥലം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഉള്ള സ്വാധീനമല്ലാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ നേതാക്കന്മാരെയോ ലോക്കൽ നേതാക്കന്മാരെയോ അവരെ ഒന്നും അദ്ദേഹത്തിന് വലിയ പരിചയമുള്ള ഒരാളല്ല. ഇതൊരു സത്യമാണ്. അദ്ദേഹത്തിന് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാനും ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കുള്ള പോലെ ഒരു കളമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. രമേശ് ചെന്നിത്തല ഞാൻ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായി നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമായി എതിർക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോണിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, അദ്ദേഹത്തിനും അറിയാം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്.